നൈജീരിയയിലെ അഴിമതിക്കാരനായ മുൻമന്ത്രിയെക്കുറിച്ചുള്ള ചെറിയ വാർത്തയ്ക്കൊപ്പം ബൊളീവിയയിലെ ജനകീയ പ്രക്ഷോഭം, ആരവമില്ലാത്ത ഫിഫ വേൾഡ് കപ്പ് എന്നിവയാണ് ഇത്തവണത്തെ വേൾഡ് ഇൻ വേർഡ്സിലെ വിശകലനങ്ങൾ. ഒരു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യത്ത് സംഭവിക്കാത്തതാണ് നൈജീരിയയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. നൈജീരിയയുടെ മുൻ വൈദ്യുതി മന്ത്രി സാലിം ആമനെ അഴിമതിക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് അത്. 2019 മുതൽ 2021 വരെയായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ അഴിമതിക്കുറ്റത്തിന് നടപടിയെടുക്കുക എന്നത് കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണത്രേ. 75 കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതിൻ്റെ തുടർച്ചയായാണ് അറസ്റ്റ്. ഈ മാസം ആദ്യമായിരുന്നു അദ്ദേഹത്തെ ശിക്ഷിച്ചതായി കോടതി വിധിച്ചത്. അദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നില്ല. അതിനുശേഷം കക്ഷി ഒളിവിൽ പോവുകയും ചെയ്തു. 2 ഹൈഡ്രോളിക് പവർ പ്രൊജക്റ്റുകളുടെ പണം വകമാറ്റി ചിലവഴിച്ചു എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ്. അതായത് ഏകദേശം 155 കോടി രൂപയുടെ അഴിമതി കേസാണ് സംഭവം. 218 കോടി രൂപയുടെ മറ്റൊരു അഴിമതി കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വേറൊരു കോടതിയിൽ നടന്നു വരുന്നുണ്ട്. പ്രസിഡന്റിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ബൊളീവിയയിൽ ശക്തമാവുന്നു. പ്രസിഡന്റായ റോഡ്രിഗോ പാസിന്റെ സർക്കാരിനെതിരാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം. ബൊളീവിയയിൽ പുതുതായി പാസാക്കിയ ഭൂനിയമമായ നിയമം 1720-നെതിരായാണ് കർഷകരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. നവ ലിബറലിസത്തിന്റെ പ്രധാന വക്താവായ റോഡ്രിഗോ പാസിന്റെ നേതൃത്വത്തിൽ പാസാക്കിയ ഈ നിയമം കർഷകർക്കെതിരായ ഒന്നായി മാറുമെന്നാണ് സമരക്കാർ പറയുന്നത്. ഭൂമിക്കുമേൽ ലോണുകൾ നൽകുന്നതിലൂടെ ഭൂമിയെ ഒരു സാമ്പത്തിക ആസ്തിയായി മാറ്റുക എന്നതാണ് പാസിന്റെ പദ്ധതി. അതോടെ ലോൺ തിരിച്ചടയ്ക്കാത്തവരുടെ കയ്യിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കാനാവുമെന്നതാണ് ഇതിലെ പ്രധാന പ്രശ്നം. ബൊളീവിയയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കർഷകരിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കാൻ പാടില്ല എന്ന നിയമമായിരുന്നു നിലനിന്നിരുന്നത്. പുതിയ നിയമം വരുന്നതോടെ ഈ അവസ്ഥ മാറും. ഭൂമിയെ കമ്പോള വസ്തുവാക്കുന്ന ഈ നിയമത്തിനെതിരായി മാർച്ച് 26-ന് തലസ്ഥാന നഗരമായ ലാ പാസിലേക്ക് 1000 കിലോമീറ്റർ മാർച്ച് നടത്തിയായിരുന്നു തുടക്കം. ശക്തമായ സമ്മർദ്ദമുണ്ടായതോടെ നിയമം പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരാവുകയും പുതിയൊരു നിയമത്തെക്കുറിച്ച് ആലോചിക്കാൻ നിർബന്ധിതരാവുകയുമായിരുന്നു. കർഷക സമരത്തിന് ശേഷമാണ് മറ്റു വിഭാഗങ്ങളും സർക്കാരിനെതിരെ തങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. അധ്യാപകരും ട്രാൻസ്പോർട്ട് ജീവനക്കാരും മൈൻ തൊഴിലാളികളും ഒക്കെ പ്രതിഷേധത്തിൽ പങ്കാളികളാവാൻ തുടങ്ങി. വേതന വർധനയായിരുന്നു അധ്യാപകരുടെ വിഷയം. ഇന്ധന ലഭ്യത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു വാഹന തൊഴിലാളികളുടെ ആവശ്യം. മൈനുകളിലെ തൊഴിലാളികളാവട്ടെ തൊഴിൽ നിയമങ്ങളുടെ പരിഷ്കരണമാണ് ആവശ്യപ്പെട്ടത്. ഇവരുടെ കൂടെ മറ്റു മേഖലയിലുള്ളവരും ചേർന്നതോടെ സമരം പ്രക്ഷുബ്ധമായി. നവലിബറൽ സാമ്പത്തിക സംവിധാനത്തോടെ മെച്ചപ്പെടുമെന്ന് കരുതിയിരുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുന്നുവെന്നും ജീവിത ചെലവിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നതെന്നുമായിരുന്നു ഇവരുടെ നിലപാട്. സമരം ശക്തമായതോടെ സർക്കാർ അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങി. 2 ആഴ്ചയോളമായി പ്രധാന റോഡുകളിലെല്ലാം ജനക്കൂട്ടമാണ്. അതിലൂടെയുള്ള ഗതാഗതവും സഞ്ചാരവും എല്ലാം നിലച്ചിരിക്കുന്നു. തെരുവുകളിൽ നിന്ന് സമരക്കാരെ നീക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം. അതോടെ ബൊളീവിയൻ തെരുവുകൾ യുദ്ധക്കളമാവാൻ തുടങ്ങി. തുടർന്ന് ജനം പ്രസിഡന്റിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങളെ ഉദാരപൂർവ്വം സമീപിക്കുന്നതിന് പകരം നിലവിലെ ഭരണം അട്ടിമറിക്കാനുള്ള മുൻ പ്രസിഡന്റ് ഇവ മൊറൈൽസിന്റെ ശ്രമമായാണ് അധികാരികൾ ഈ സമരങ്ങളെ വിലയിരുത്തിയത്. ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നിലവിൽ ഭരണകൂടം. തന്നെ വധിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും തയ്യാറെടുക്കുന്നതിന്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് മൊറൈൽസ് ആരോപിക്കുന്നുമുണ്ട്. നവ ഉദാരവൽക്കരണത്തിന്റെ വക്താവ് എന്നതിലുപരി ട്രംപിന്റെ വക്താവ് എന്ന നിലയ്ക്കാണ് ജനം ഇപ്പോൾ പ്രസിഡന്റ് റോഡ്രിഗോ പാസിനെ വിലയിരുത്തുന്നത്. മേഖലയിലെ വലതുപക്ഷ സർക്കാരുകളുടെ നയങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരാനാണ് പാസ് ശ്രമിക്കുന്നത് അത്രേ. അമേരിക്കയാവട്ടെ ഈ സമരത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. മരുന്നും ഭക്ഷണവും ഇന്ധനവും കിട്ടാതെ ജനം പൊറുതിമുട്ടുന്നത് നോക്കി നിൽക്കാനാവില്ല എന്നാണ് അമേരിക്കൻ നിലപാട്. പാസിന് സർവ്വ പിന്തുണയും കൊടുത്തിട്ടുമുണ്ട് ഇവർ. ബൊളീവിയയിലെ ജനാധിപത്യം തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അമേരിക്കയ്ക്ക് പുറമെ അർജന്റീന, ചിലി, പെറു, ഇക്വഡോർ, പനാമ, ഹോണ്ടറാസ് തുടങ്ങിയ രാജ്യങ്ങളും രംഗത്തു വന്നിട്ടുണ്ട്. കംബോഡിയ ആവട്ടെ ജനകീയ സമരത്തിന്റെ പക്ഷത്താണ്. വേണമെങ്കിൽ രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കാൻ മാധ്യസ്ഥം വഹിക്കാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ബൊളീവിയ അത് തള്ളിക്കളയുകയായിരുന്നു. നിലവിൽ തർക്കം പരിഹരിക്കാൻ ചർച്ചകൾക്ക് ഭരണകൂടം തയ്യാറായിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധന സബ്സിഡി എടുത്തുകളയാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ജനുവരിയിലും ഇത്തരത്തിലൊരു പ്രക്ഷോഭം പാസ് സർക്കാർ നേരിടേണ്ടി വന്നിരുന്നു. സർക്കാർ ആ തീരുമാനങ്ങളിൽ നിന്നും പിറകോട്ട് പോയ ശേഷമാണ് ആ പ്രക്ഷോഭം അവസാനിച്ചത്. അതിനുശേഷം സർക്കാരിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടില്ല. തുടർന്ന് ഏപ്രിലിൽ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പാസിന്റെ പാർട്ടി പാസ്സാവുകയും ഉണ്ടായില്ല.
ഫിഫ ലോകകപ്പ് തുടങ്ങാറായി. ഫിഫയുടെ കണക്ക് പ്രകാരം 50 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രതിഫലനമൊന്നും ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്യുന്നതിൽ കാണാനില്ല എന്നാണ് അമേരിക്കയിൽ നിന്നും മറ്റുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മത്സരങ്ങൾക്കുള്ള ടിക്കറ്റിൻ്റെ ചാർജ്, ഗതാഗത ചെലവ് എന്നിവയ്ക്ക് പുറമെ നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയും കൂടിയായപ്പോൾ സംഗതി വഷളാവുകയാണെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അമേരിക്കയുടെ വിസ നിയന്ത്രണങ്ങളും സംഗതിയെ ബാധിച്ചിട്ടുണ്ടത്രേ. 3 രാജ്യങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് പലർക്കും യാത്രയും പ്രയാസമാണ്. രാജ്യാതിർത്തികൾ താണ്ടി കളി കാണുക എന്നതിലെ പ്രയാസത്തിനൊപ്പം യാത്രാ നിരോധനങ്ങളും ഇവരെ വലയ്ക്കുന്നുണ്ട്. ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ നവീകരണ ചെലവുകൾ കൂടിയായപ്പോൾ ബിസിനസ് മേഖല ആകെ തകരുന്ന അവസ്ഥയിലാണെന്നാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോട്ടൽ അസോസിയേഷനായ അമേരിക്കൻ ഹോട്ടൽ ആൻഡ് ലോഡ്ജിംഗ് അസോസിയേഷൻ പറയുന്നത്. ഫിഫ തന്നെ നേരിട്ട് ബുക്ക് ചെയ്ത മിക്ക ഹോട്ടലുകളും ഇപ്പോൾ അവർ തന്നെ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ലോകകപ്പിൻ്റെ ഫാനായ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇത്തവണ ടിക്കറ്റ് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ടിക്കറ്റിൻ്റെ വില തന്നെ. നന്ദി.